മാത്സിലേക്ക് എല്ലാ USS പരീക്ഷ എഴുതുന്ന കുട്ടികൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നേരത്തെ തുടങ്ങി വെച്ചതിൻ്റെ 5ാമത്തെ സീരീസ് ക്വസ്റ്റ്യൻസ് ആണ്. ഓരോ തവണയും നിങ്ങൾക്ക് 5 ചോദ്യങ്ങൾ ഒന്നിച്ച് ലഭിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒന്നിച്ചിട്ട് അതിൻ്റെ ആൻസർ സ്ക്രീൻ നോക്കിയിട്ട് എഴുതിയെടുക്കാൻ പറ്റും. അത് കിട്ടുന്നില്ലെങ്കിൽ ആൻസർ കിട്ടുന്നില്ലെങ്കിൽ മാത്രം നിങ്ങൾ വീഡിയോ തുടർന്ന് കണ്ടുപിടിച്ച് അതിൻ്റെ വഴികൾ മനസ്സിലാക്കുകയാണ്. അപ്പോൾ സ്വയം ഏതൊക്കെ ചോദ്യങ്ങൾ അറിയാത്തതുണ്ട് എന്നും അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കാൻ ഈ രീതിയിൽ പഠിക്കുന്നതിലൂടെ നിങ്ങൾക്ക് കഴിയും. ഓക്കെ, അപ്പോൾ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മടി കാണിക്കരുത്. നമുക്ക് നേരിട്ട് ക്ലാസ്സിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഏതാണെന്ന് വിചാരിച്ചാൽ, ആദ്യത്തെ 25 എണ്ണൽ സംഖ്യകളുടെ ഗുണനഫലത്തിൽ ഏറ്റവും അവസാനം എത്ര പൂജ്യങ്ങൾ ഉണ്ടായിരിക്കുന്നു? ഹൗ മെനി സീറോസ് ആർ അറ്റ് ദി എൻഡ് ഓഫ് ദ പ്രൊഡക്റ്റ് ഓഫ് ഫസ്റ്റ് 25 നാച്ചുറൽ നമ്പേഴ്സ്. ഓക്കെ, അപ്പോൾ എന്താ അർത്ഥം? 25 നാച്ചുറൽ നമ്പറിന്റെ പ്രൊഡക്റ്റ് പറഞ്ഞാൽ ഗുണനം, മൾട്ടിപ്ലൈ ചെയ്യുന്നത് ഗുണനഫലത്തിൽ. ഇതെല്ലാം ഗുണിച്ച് കിട്ടി നമുക്ക് വലിയൊരു നമ്പർ കിട്ടും. അതിന്റെ അവസാനം എത്ര സീറോസ് ഉണ്ടെന്നാണ്. അപ്പൊ അവിടെ അറിയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, സീറോ ഉണ്ടാവുന്നത് ഇങ്ങനെയാണ്. നമ്മുടെ നമ്പറിൽ 2ഉം 5ഉം മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 10 പൂജ്യം വരുന്നത്. അപ്പൊ നിങ്ങൾ പറയും 4 × 5 ഗുണിച്ചാലും 0 വരും. 4 × 5 ഗുണിച്ചാലും 0 ആണ്. പക്ഷെ ആ 4 × 5 ഗുണിച്ച 0 ആവുന്നത് എന്തുകൊണ്ടാ? 0 വരുന്നത് ഈ 4ലും 2 ഉണ്ടാവുന്നത് കൊണ്ടാണ്. നോക്കൂ, 2 × 2 × 5 ഇത് ഉണ്ടാവുന്നതുകൊണ്ടാണ് ഇവിടെ നമുക്ക് 0 കിട്ടുന്നത്. അപ്പൊ അത് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ അറിയേണ്ടത് 1 മുതൽ 25 വരെ ഗുണിക്കുന്ന സമയത്ത് അതിൽ 2കളും ഉണ്ടാവും, 5കളും ഉണ്ടാവും, അല്ലെ? 2സും ഉണ്ടാവും, 5സും ഉണ്ടാവും. അപ്പൊ 5s ആയിരിക്കും അതിൽ കുറവ് വരിക. അതുകൊണ്ട് എത്ര സീറോസ് ഉണ്ട് എന്ന് അറിയാൻ, എത്ര പൂജ്യങ്ങൾ ഉണ്ട് എന്ന് അറിയാൻ ഏറ്റവും എളുപ്പ വഴി അവസാനത്തെ നമ്പറിനെ മാത്രം കൺസിഡർ ചെയ്യുക. ആ 25നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. കാരണം 2 × 5 10 ആയതുകൊണ്ടാണ് 5നെ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്. 25/5 നമുക്ക് കിട്ടും 5. അറിയാലോ, 5 കിട്ടി. ഈ 5 ആ 5നെ വീണ്ടും നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ എത്ര കിട്ടും? 1 കിട്ടും. എന്നിട്ട് ഈ കോഷ്യൻസ് നമ്മൾ ആഡ് ചെയ്താൽ മതി. 5 1 കൂട്ടിയാൽ 6. അപ്പോൾ എത്ര സീറോസ് ചോദിച്ചാൽ നമുക്ക് ആൻസർ കിട്ടും? 6 സീറോസ് എന്ന് പറയുന്ന ആൻസർ കിട്ടും. 6 പൂജ്യങ്ങൾ. നിങ്ങൾക്ക് ഇത് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ വേറൊരു ക്വസ്റ്റ്യൻ കൂടെ പറയാം. 1 × 2 × 3 ഇങ്ങനെ പോയിട്ട് ഫസ്റ്റ് 10 ആണെന്ന് വിചാരിച്ചോ. ഇതെല്ലാം മൾട്ടിപ്ലൈ ചെയ്ത് എത്ര സീറോ ഉണ്ട് അറിയണമെങ്കിൽ 10 അല്ലെങ്കിൽ 10 കൺഫ്യൂഷൻ വരുന്നത് നിങ്ങൾ വേണം 12 എഴുതാൻ. 1 മുതൽ 12 വരെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര സീറോസ് വരും? അപ്പൊ അതറിയാൻ വേണ്ടിയിട്ട് 12നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 12നെ 5 കൊണ്ട്. അപ്പൊ അങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ അതിന്റെ കോഷ്യന്റ്, ഹരണഫലം എത്ര വരും? ശ്രദ്ധിക്കണം, കോഷ്യന്റ് ആണ് എടുക്കേണ്ടത്. 2 എണ്ണം വരും. റിമൈൻഡർ നമുക്ക് വേണ്ട. ഓക്കെ, റിമൈൻഡർ വേണ്ട നമുക്ക്. അപ്പൊ 2 ആണ് അതിന്റെ കോഷ്യന്റ് അല്ലെങ്കിൽ ഹരണഫലം വരിക. അപ്പോ നമുക്ക് ഈ 2നെ വീണ്ടും ഡിവൈഡ് ചെയ്യാൻ കഴിയില്ല. കാരണം അത് 5നെക്കാട്ടി ചെറുതാണ്. അപ്പൊ ഇതിലുണ്ടാവുന്ന സീറോസ് എത്രയായിരിക്കും? 2 ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? പൂജ്യങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഏറ്റവും ലാസ്റ്റ് നമ്പറിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതിൽ റിമൈൻഡർ വരുന്നുണ്ടെങ്കിൽ അതിനെ, ശിഷ്ടം വരുന്നുണ്ടെങ്കിൽ അതിനെ അങ്ങ് ഒഴിവാക്കുക. ബാക്കി ആദ്യം ഹരിച്ച് കിട്ടുന്നത് 5ഓ 5ൽ കൂടുതലാണെങ്കിൽ വീണ്ടും ഡിവൈഡ് ചെയ്യാം. ഓക്കെ, എന്നിട്ടാകുമ്പോൾ ഹരണഫലങ്ങൾ കൂട്ടി എഴുതുക. മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. സെക്കൻഡ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. 72ന് എത്ര ഘടകങ്ങളുണ്ട്? ഹൗ മെനി ഫാക്ടേഴ്സ് ഫോർ ദി നമ്പർ 72? 72ന് എത്ര ഘടകങ്ങളുണ്ട് പറയുമ്പോൾ നിങ്ങൾ നേരത്തെ ഒരുപക്ഷെ മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഇപ്പൊ ഈ തരത്തിലാണ് വരുന്നതെങ്കിൽ 5² ഇങ്ങനെയാണെങ്കിൽ എത്ര ഘടകങ്ങൾ ഉണ്ടാവും എന്ന് ചോദിച്ചാൽ 5ന്റെ മേലെ അടുത്ത നമ്പർ, 2ന്റെ പവറിന്റെ മേലെ അടുത്ത നമ്പർ 6, അവിടെ 2 വന്നുകൊണ്ട് അടുത്ത നമ്പർ 3. ഈ 6ഉം 3ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ടായിരിക്കും 18 വരിക. താഴെ എന്തായിരിക്കണം? പ്രൈം നമ്പർ, അഭാജ്യസംഖ്യ ആയിരിക്കണം. ഇതാണ് അതിന്റെ ഒരു നിയമം. അപ്പൊ 72ന് എത്ര ഘടകങ്ങൾ എന്ന് വെച്ചാൽ 72ന് നമുക്ക് ഇതേമാതിരി പവറിലേക്ക്, കൃതികളിലേക്ക് മാറ്റാൻ നമുക്ക് കഴിയണം. അപ്പൊ നിങ്ങൾക്ക് 72 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം 8 × 9 ആണ്. 8 8 9 72 ആണ്. 8 നമുക്ക് എത്ര കിട്ടും? 2 ക്യൂബ് എന്ന് എഴുതാം. 2 2 2 8 ആണ്. പഠിച്ചു വെക്കണം കേട്ടോ. 2 ക്യൂബ് 8 ആണെന്ന് പഠിച്ചു വെക്കണം. 9 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 3ന്റെ സ്ക്വയർ. അപ്പൊ 2 പ്രൈം നമ്പറുകളാണ്. തന്നിരിക്കുന്ന നമ്പറുകളെ അഭാജ്യസംഖ്യകളുടെ കൃതികളായിട്ട് എഴുതുക. ഇനി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എന്താണ്? 2ന്റെ 3 ആണ്. അപ്പൊ 3ന്റെ അടുത്ത നമ്പർ 4 ആണ്. ഇവിടെ 2 വരും. 2ന്റെ അടുത്ത നമ്പർ 3 ആണ്. ഈ 4 3 മൾട്ടിപ്ലൈ ചെയ്യാൻ നമുക്ക് ആൻസർ എത്ര കിട്ടും? 12 ഘടകങ്ങൾ എന്ന് കിട്ടും. ഓക്കെ, ഇനി ചില കുട്ടികൾക്ക് 8 × 9 കൺഫ്യൂഷൻ വരുന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്താൽ മതി? 72നെ 2 കൊണ്ട് 36,
വീണ്ടും 2 കൊണ്ട് 18, വീണ്ടും 2 കൊണ്ട് 9, വീണ്ടും 3 കൊണ്ട് 3 കൊണ്ട് ഇങ്ങനെ ഫാക്ടറൈസ് ചെയ്യാം, ഘടകങ്ങളാക്കി എഴുതുക. അപ്പൊ എത്ര വന്നു? 2 2 2 3 2, അപ്പൊ 2 ക്യൂബായി, 3 3 3 സ്ക്വയർ ആയി. അപ്പൊ അഭാജ്യ സംഖ്യയുടെ കൃതികളായി മാറിക്കഴിഞ്ഞാൽ അടുത്ത ചെയ്യേണ്ടത് ഈ കൃതിയുടെ കളി ഈ പവറിനെ കാട്ടി +1 എഴുതുക, ഈ പവറിനെ കാട്ടി +1 എഴുതുക, രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ ആൻസർ നമുക്ക് എത്ര കിട്ടും? നമുക്ക് 12 എന്ന് പറയുന്നത് കിട്ടും. സിമ്പിൾ ആണല്ലോ. ഒരു സമചതുരത്തിന്റെ നിങ്ങൾക്ക് സ്ക്രീനിൽ ക്വസ്റ്റ്യൻ കാണാൻ പറ്റുന്നുണ്ട്. എല്ലാ വശങ്ങളും വർദ്ധിച്ചാൽ അതിന്റെ പരപ്പളവില് 21%, ഏരിയയില് 21% ഇൻക്രീസ് ഉണ്ടാവും എങ്കിൽ അതിന്റെ സൈഡ് എത്ര % ആണ് വർദ്ധിച്ചത് എന്നതാണ്. അപ്പൊ 21% ഇൻക്രീസ് ചെയ്യുന്നുണ്ട് ഏരിയയില്. അപ്പൊ 21% വർദ്ധിക്കുന്നു എന്ന് പറയുമ്പോൾ അത് 121% മാറും. ഓക്കെ, അപ്പൊ നമ്മൾക്ക് എങ്ങനെയാണ് 121% കിട്ടുക? 110/100നെ 110/100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എത്ര കിട്ടും നോക്കിക്കോ. 0 0 കട്ട് ചെയ്തു, 0 0 കട്ട് ചെയ്തു, 11 11 121 ഡിവൈഡഡ് ബൈ 100, അതായത് എത്ര കിട്ടി? 121% എന്ന് കിട്ടും. അപ്പൊ 121% എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടി 21% ഇൻക്രീസ്. അപ്പൊ അങ്ങനെ വരുമ്പോ എന്താ വരില്ലേ? സൈഡ് നോക്കിയേ, 110 110 എന്നൊരു രീതിയിലാണ് വരില്ലേ. 110% സൈഡ് ആവുമ്പോഴാണ് ഏരിയ എത്ര വരുന്നത്? 121. അങ്ങനെ ആവുന്ന സമയത്ത് അവിടെ ഉണ്ടാവുന്ന വർധന എത്ര? 10% ഇൻക്രീസ്, സൈഡിൽ വർദ്ധിക്കുന്നു. ഓക്കെ, 10% വർദ്ധിക്കുക. ഓക്കെ, സാധാരണഗതിയിൽ ചോദ്യം വരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ സൈഡ് വർദ്ധിച്ച് പെർസെൻറ്റേജ് പറയാം, 10% ഇൻക്രീസ് സൈഡിൽ ഉണ്ടെന്ന് പറയാം, എന്നിട്ട് ഏരിയയിൽ എത്ര ഇൻക്രീസ് ഉണ്ടെന്നാണ് പൊതുവെ ക്വസ്റ്റ്യൻസ് വരിക. ഇത് ഈ ഒരു വർഷം മാത്രം വന്ന ക്വസ്റ്റ്യൻ ആണ്. ഏരിയയിൽ ഇൻക്രീസ് ഉണ്ടാകുന്നുണ്ട്, പരപ്പളവിന് വർധനവ് ഉണ്ടാകുന്നുണ്ട് എങ്കിൽ അതിന്റെ വശങ്ങളിൽ എത്ര % വർദ്ധിക്കുന്നുണ്ട് ഒരു വർഷം മാത്രം ഉണ്ടായ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ പല കുട്ടികൾക്കും 21% വരുമ്പോൾ 110 110 എന്ന് കണ്ടുപിടിക്കാൻ പലപ്പോഴും പ്രയാസമായിരിക്കും. അപ്പോഴാ കുട്ടികൾ എന്ത് ചെയ്താൽ മതി? 10% ഓപ്ഷൻ ഉണ്ടാവും. അപ്പൊ 110/100 110/100 എന്നുള്ള മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക, അതിനകത്ത് ഓപ്ഷൻ വെച്ചിട്ട് ചെയ്തു നോക്കുക. ഓക്കെ, ഇനി അങ്ങനെയല്ല എങ്കിൽ ഈ 21% പോലെ വരാൻ പറ്റുന്ന മറ്റ് ചോദ്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് കൂടെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ ഈ 10% വർദ്ധിക്കുമ്പോൾ എത്ര വന്നു? 21% വന്നല്ലോ. 10% വർദ്ധിക്കുന്ന സമയത്ത് ഏരിയയിൽ എത്ര വന്നു? 21% ഏരിയയിൽ കൂടി, ഏരിയ പരപ്പളവിൽ 21% കൂടി. അപ്പൊ 10% സൈഡ് വർദ്ധിക്കുമ്പോൾ ഞാനിവിടെ എഴുതാം, 10% സൈഡ് വർദ്ധിക്കുന്ന സമയത്ത് ഏരിയയിൽ പരപ്പളവിൽ ഉണ്ടാകുന്ന വർധനവ് എത്രയാണ് വരിക? 21% വരിക. ഇനി 20% സൈഡ് വർദ്ധിക്കുന്നത് എങ്കിൽ അവിടെ വരുന്നത് 44% അവിടെ വരുന്നത്. അതേപോലെ തന്നെ 30% വർദ്ധിക്കുന്നത് എങ്കിൽ അവിടെ വരുന്നത് 69% വരിക. ഇത് തിരിച്ചിട്ടും പലപ്പോഴും ചോദ്യങ്ങൾ ഉണ്ടാവല് ഇങ്ങനെ ഇങ്ങോട്ടാണ് ഉണ്ടാവുക, ഇനി ഇങ്ങനെ അങ്ങോട്ടാണ് ഉണ്ടാവുക, തിരിച്ച് ഇങ്ങോട്ട് വരുമ്പോൾ ഇങ്ങനെയുള്ള ആൻസർ മാത്രമേ വരുള്ളൂ, വേറെ ഒരു ആൻസർ ഇതിന് വരില്ല. കാരണം 10% 21% ഇങ്ങനെ കറക്റ്റ് ആയിട്ട് വരുന്ന നമ്പറാണ് വരിക. 20% വർദ്ധിക്കുക എന്ന് പറഞ്ഞാൽ 120/100 × 120/100 ആണ്. അപ്പൊ നമുക്ക് 144 എന്ന് കിട്ടും. അപ്പോഴാണ് 44% വർധന വരിക. ഇത് ഓർത്ത് വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇത് ഓർത്ത് വെക്കുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക? ഓപ്ഷൻ നോക്കിയിട്ട് ആൻസർ കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. അപ്പോ 2 സാധനങ്ങൾ, കുറച്ച് നീളുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ 2 സാധനങ്ങൾ ഓരോന്നും 360 രൂപ വെച്ചിട്ട് വിൽക്കുന്നു, വാങ്ങുകയല്ല ചെയ്യുന്നത്, വിൽക്കുന്നു. ഓക്കെ, ഒന്ന് വിറ്റപ്പോൾ അബുവിന് 20% ലാഭം, പ്രോഫിറ്റ് ഉണ്ടായി. മറ്റേത് വിറ്റപ്പോൾ അബുവിന് 20% നഷ്ടം, ലോസ് ഉണ്ടായി. എങ്കിൽ അബുവിന് ആകെ കച്ചവടത്തിൽ ലാഭമാണോ നഷ്ടമാണോ, അത് എത്ര പെർസെൻറ്റേജ് എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. കുട്ടികൾ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാ വെച്ചാൽ ഈ 360 രൂപ നമുക്ക് ആവശ്യമേ ഇല്ല, ഈ എമൗണ്ട് ആയിട്ടാവില്ല, എത്ര പെർസെൻറ്റേജ് ലാഭമാണോ നഷ്ടമാണോ എന്നാണ് ചോദ്യം. അപ്പോൾ നിങ്ങൾ അറിയേണ്ട കാര്യമുണ്ട്, ഇവിടെ ഈ ഒരേ പെർസെൻറ്റേജ് തന്നെയാണ് ലാഭവും നഷ്ടവും എങ്കിൽ, പ്രോഫിറ്റും ലോസും എങ്കിൽ അതിൻ്റെ കണ്ടുപിടിക്കാനുള്ള വഴി, ആ കച്ചവടത്തിൽ ലാഭമോ നഷ്ടമോ എന്ന് കണ്ടുപിടിക്കാനുള്ള വഴി 20%നെ 20% കൊണ്ട് ഡിവൈഡ് ചെയ്ത് 100% കണ്ടുപിടിച്ചാൽ മതി. 20 × 20/100%. അതായത് അതിന്റെ ഫോർമുല A = 20% എന്ന് എടുത്തു കഴിഞ്ഞാൽ A² / 100% എന്നുള്ളതാണ് അതിന്റെ ഫോർമുല വരിക.
a²/100%. a 20 ആയിട്ട് എടുത്താൽ a²/100%. 20 × 20/100 ഓർത്ത് വെച്ചാൽ 0 0 0 0 കട്ട് ചെയ്താൽ നമുക്ക് എത്ര കിട്ടി? 4 കിട്ടി. ഇനി അറിയേണ്ടത് ഈ 4% അതിൽ ലോസും ഉണ്ട്, അതേപോലെ പ്രോഫിറ്റും ഉണ്ട് ആൻസറിൽ. അതായത് 4% നഷ്ടമുണ്ട്, 4% ലാഭമുണ്ട്. അപ്പോൾ നിങ്ങൾ ഓർമ്മിക്കുക, വളരെ ക്ലിയർ ആയിട്ട് ഓർമ്മിക്കുക, ഒരേ പെർസെൻറ്റേജ് തന്നെ ലാഭവും നഷ്ടവും വന്നു കഴിഞ്ഞാൽ എപ്പോഴും ഓൾവേസ് ആ എത്രയാണോ കിട്ടുന്നത് ആ പെർസെൻറ്റേജ് ലോസ് ആണ് വരിക, ഒരിക്കലും പ്രോഫിറ്റ് ആയിട്ട് വരില്ല, എപ്പോഴും നഷ്ടമാണ് വരിക. അപ്പോൾ എങ്ങനെയാണ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കല്? ഇവരെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് ബൈ 100. ഓക്കെ, ആ വന്നത് എപ്പോഴും എന്തായിരിക്കും? നഷ്ടമായിരിക്കും. അപ്പോൾ ആൻസർ 4% ലോസ് കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്നോട് പറയൂ, 10% ആണ് എങ്കിലോ, 10% ലോസ് 10% പ്രോഫിറ്റ് ആണെങ്കിലോ ആൻസർ വരിക 10 × 10/100 പെർസെൻറ്റേജ് 0 0 0 0. അപ്പോൾ 1% കിട്ടും. അപ്പോൾ അതെന്തായിരിക്കും? ലോസ് ആയിരിക്കും, നഷ്ടം ആയിരിക്കും. ഐഡിയ മനസ്സിലായല്ലോ? ഒരേ പെർസെൻറ്റേജ് വരുന്ന ശ്രദ്ധിക്കുക, ഫോർമുല ഓർമ്മിക്കുക, a²/100. അടുത്തത് 8/60, 8/60. ഇത് 8 8 60 8കളെ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവയെല്ലാം കൂടി ഒരു റിസൾട്ട് കിട്ടിയാൽ അതിന്റെ യൂണിറ്റ് ഡിജിറ്റ്, അതിന്റെ ഒന്നിന്റെ സ്ഥാനത്ത് ഏത് സംഖ്യ, ഏത് അക്കം വരുമെന്നാണ് കണ്ടുപിടിക്കുന്നത്. യൂണിറ്റ് ഡിജിറ്റ് in the form 8/60. 8/60 എന്ന നമ്പറിന്റെ ഒന്നിന്റെ സ്ഥാനത്ത് എത്ര വരുന്നതാണ് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ആദ്യം ചെയ്യേണ്ടത്, ഒരു നമ്പറിന്റെ പവർ തന്നിട്ട് ഒന്നിന്റെ സ്ഥാനത്ത് ചോദിച്ചാൽ ആദ്യം ചെയ്യേണ്ടത് ഈ 60നെ, അതായത് ലാസ്റ്റ് 2 ഡിജിറ്റാണ് പറയാ, 3 ഡിജിറ്റ്. ഉദാഹരണം 8/360 ഉണ്ടായാലും നമ്മൾ എടുക്കുന്നത് അവസാനത്തെ 2 നമ്പറാണ്. ഇവിടെ 2 നമ്പർ മാത്രമേ ഉള്ളൂ. ആ 60നെ ശ്രദ്ധിക്കുക, 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 60നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടത് റിമൈൻഡർ ആണ്, കോഷ്യന്റ് അല്ല. യൂണിറ്റിന്റെ പ്ലേസ് പറയുന്ന സമയത്ത് കണ്ടുപിടിക്കേണ്ടത് ശിഷ്ടാണ് കണ്ടുപിടിക്കേണ്ടത്. ശ്രദ്ധിക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻ ആവരുത്. പൂജ്യങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കുമ്പോൾ കോഷ്യന്റ് ഹരണഫലം എടുത്തത്, എന്നാൽ ഒന്നിന്റെ സ്ഥാനത്ത് അക്കം പവർ തന്നിട്ട് കണ്ടുപിടിക്കാൻ റിമൈൻഡർ ആണ് എടുക്കേണ്ടത്. 60നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 0 ആയിരിക്കും. കാരണം എന്താ? 15 4 60 ആണല്ലോ, ശിഷ്ടം ഉണ്ടാവില്ലല്ലോ. ശിഷ്ടം 0 വന്നാൽ ശ്രദ്ധിക്കുക, ഈ 0ന് പകരം നമ്മൾ 4 ആയിട്ട് എടുക്കണം. ശ്രദ്ധിക്കുക, 0 വന്നു കഴിഞ്ഞാൽ 4. അപ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കും, ശിഷ്ടം 0ന് പകരം 1 വന്നാൽ എത്രയാണ്? അത് 1 തന്നെ എടുക്കുക. 2 വന്നാലോ 2 തന്നെ ശിഷ്ടം എടുക്കുക. 3 വന്നാലോ 3 തന്നെ ശിഷ്ടമായിട്ട് എടുക്കുക. പക്ഷേ 0 വന്നു കഴിഞ്ഞാൽ 4 എടുക്കണം. അത് തെറ്റാതെ ഓർമ്മിച്ചു വെക്കണം. ഓക്കെ, അപ്പൊ ഇനി എന്താ അടുത്ത സ്റ്റെപ്പ്? ഒന്നാമത്തത് ഇതിനെ ഡിവൈഡ് ചെയ്തു, ഇത് ഒന്നാമത്തെ സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പ് റിമൈൻഡർ കണ്ടുപിടിച്ചു, 0 വന്നതുകൊണ്ട് 4 എഴുതി. മൂന്നാമത്തത് ഇവിടെ 8/, 8/r എന്ന് പറഞ്ഞാല് 8 അല്ലെങ്കിൽ 8 ശിഷ്ടം, 8 ശിഷ്ടം. അപ്പൊ എന്താ വരിക? 8/4, 8/4, 8ന്റെ 4ാമത്തെ കൃതിയാണ് വരിക. അപ്പൊ ഇതെന്താ വരും നോക്കിക്കോ, 8 × 8 ഇങ്ങനെയാണല്ലോ വരിക. നമുക്ക് ഈ ഒന്നിന്റെ സ്ഥാനത്ത് മാത്രമേ വേണ്ടൂ, 8നെ എല്ലാം മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. 8 8 നമുക്ക് എത്ര കിട്ടും? 64. ഇത് 2 മൾട്ടിപ്ലൈ ചെയ്താൽ 64, ഇത് 2 മൾട്ടിപ്ലൈ ചെയ്താലോ 64. അപ്പൊ 64 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ലാസ്റ്റ് എത്ര കിട്ടും? 4 4 എത്ര കിട്ടും? 16 എന്ന് കിട്ടും. അപ്പൊ അതിന്റെ ആൻസർ ഒന്നിന്റെ സ്ഥാനത്ത് എത്ര വരും? 6. ആൻസർ 6. ആൻസർ വരിക 6. ഞാൻ ഒരു സ്റ്റെപ്പ് ഇതിന്റെ ഒന്നുകൂടെ പറയാം. ഇപ്പം ഞാൻ വേറൊരു എക്സാമ്പിൾ പറയാം. ഉദാഹരണം 3/2019 വിചാരിച്ചു. 3/2019 ഒന്നിന്റെ സ്ഥാനത്ത് എത്രയാണ് ചോദ്യം വരുന്നതെങ്കിൽ 19 ആദ്യം എടുക്കാം, 19നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ അതിന്റെ റിമൈൻഡർ എത്ര കിട്ടും? 4 4 16 കഴിച്ചിട്ട് ബാക്കി 3 കിട്ടും. ശിഷ്ടം നമുക്ക് കിട്ടുന്നത് എത്രയാണ്? 3. അടുത്ത സ്റ്റെപ്പ് എന്താണ്? 3 അല്ലേ ഇവിടെ 8/, ഞാൻ എഴുതിയിട്ടില്ല 6. അപ്പൊ 3/6 എന്നാണ് എഴുതേണ്ടത്. അപ്പൊ 3/6 എത്രയാണ്?
3 ആണ്. 3:3 നമുക്കറിയാം 27. അപ്പോൾ 1ന്റെ സ്ഥാനത്ത് എത്ര കിട്ടി? 7. ഡയറക്റ്റ് ആയിട്ട് തന്നെ ഇവിടെ കണ്ടുപിടിക്കാൻ പറ്റും 7. ഇങ്ങനെയാണ് പവർ വന്നു കഴിഞ്ഞാൽ 1ന്റെ സ്ഥാനത്തെ അക്കം കണ്ടുപിടിക്കേണ്ടത്. മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മടി കാണിക്കരുത്. പ്രിയപ്പെട്ട കുട്ടികളെ, കൂടുതൽ ചോദ്യങ്ങളുമായി നമുക്ക് അടുത്ത സീരീസിൽ കാണാം. ബൈ.